ബൗദ്ധികമായ ഉന്നമനത്തിനു വേണ്ടി കൃഷി, ബിസിനസ്, അതുപോലെ മറ്റുതര ജോലികളിൽ ഏർപ്പെടുന്ന മുസ്ലിമീങ്ങൾ വളരെയധികം ബുദ്ധിശക്തിയും കൂർമ്മബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് അതിൽ അങ്ങേയറ്റം വിജയം വരിക്കാൻ ആവശ്യമായ പരിശ്രമങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് സംബന്ധമായ എല്ലാ വിവരങ്ങളും ഏത് മനുഷ്യരോടായാലും അറിവുള്ളവരോട് അവർ പ്രത്യേകം ചോദിച്ചു മനസ്സിലാക്കിക്കൊണ്ട് തന്റെ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അതിനെങ്ങനെ പുരോഗതിയിലേക്ക് നയിക്കാമെന്ന് നിരന്തരം അയാൾ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അതേസമയം ഇത്തരം മുസ്ലിമീങ്ങളായ വ്യക്തികൾ ഒരിക്കലും അവരുടെ ശാശ്വതമായ ഒരിക്കലും അവസാനിക്കാത്ത ആ സ്വർഗലോകത്തേക്കുള്ള പ്രവേശനത്തിനു വേണ്ടി ഇത്തരം ആൾക്കാർ ഒരു പരിശ്രമവും നടത്തുന്നതായി നാം കാണുന്നില്ല. വളരെ വേഗത്തിൽ ഒരു കോഴികൊത്തു നമസ്കാരം നിർവഹിച്ചുകൊണ്ട് അവർ മസ്ജിദുകളിൽ നിന്നും പുറത്തേക്ക് ചാടുകയാണ്. നോമ്പെന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള അനിഷ്ടകരമായ കാര്യങ്ങളും ഉറക്കപ്പെട്ട കാര്യങ്ങളും ചെയ്തുകൊണ്ട് വെറുതെ പട്ടിണി കിടക്കുകയാണ്. എന്താണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം? കാരണം തഖ്വയില്ലായ്മയും ഖുർആനിലുള്ള ആഴത്തിലുള്ള പഠനമില്ലായ്മയുമാണ് മനുഷ്യനെ ഇത്തരം വ്യതിചരങ്ങളിലേക്ക്, വഴിപ്പിഴവുകളിലേക്ക് നയിക്കുന്നതും. ദുന്യവിയായ ഐഹികമായ കാര്യത്തിൽ അതികഠിനമായി പരിശ്രമം നടത്തുന്നവർ തന്നെ ഒരിക്കലും ഈ ദീനീ വിഷയങ്ങളിൽ അതികഠിനമായ പരിശ്രമങ്ങളോ ത്യാഗമനസ്ഥിതിയോ അവർക്കില്ല. അറിവില്ലാത്ത കാര്യങ്ങൾ അറിവില്ലവരോട് ചോദിച്ചു പഠിക്കാൻ അവർ മുന്നോട്ട് വരുന്നില്ല. ഒരുതരം അലസ മനോഭാവം അവരെ നയിക്കുന്നു. പൈശാചികമായ ചില പ്രേരണകൾ അതിനില്ലാതെയില്ല. എങ്കിലും നോക്കൂ, അവനവന്റെ പരിശ്രമം കൊണ്ട് നമുക്ക് എത്രയും ഉയരത്തിലെത്താൻ കഴിയും എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദീനീ വിഷയങ്ങളിൽ നാം ദുന്യവിയായ വിഷയങ്ങളിൽ പരിശ്രമം നടത്തുന്നതിനോട് കൂടി തന്നെ ഈ ദീനീ വിഷയങ്ങളിലും കൂടുതൽ പരിശ്രമങ്ങളും ഊർജ്ജസ്വലതയും പ്രകടിപ്പിക്കണം എന്നുള്ളൊരു സദുദ്ദേശമാണ് നൽകാനുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.